എയർപോർട്ടിൽ ഒരു ജോലി പല കൂട്ടുകാരുടെയും ആഗ്രഹമാണ്. എങ്ങനെ എയർപോർട്ടിൽ ജോലി ലഭിക്കും? ഏതൊക്കെ രീതിയിലുള്ള ജോബാണ് എയർപോർട്ടിൽ ഉള്ളത്? ഏതൊക്കെ എഡ്യൂക്കേഷൻ കോഴ്സസ് ആണ് എയർപോർട്ടിൽ ജോലി ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്? എന്തൊക്കെയാണ് ജോബ് ഡിമാൻഡ്സ്, ഓപ്പർച്യൂണിറ്റീസ്? പൊതുവെ എയർപോർട്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. സോ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? വെദർ വി ആർ സീയിങ് ഗ്രീനർ സൈഡ് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചില കണക്കുകൾ വെച്ച് തന്നെയാകാം. കഴിഞ്ഞ 10 വർഷത്തിൽ വലിയ മാറ്റമാണ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഏവിയേഷൻ ഡൊമൈനിൽ, ഡിസിപ്ലിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടുമായി ബന്ധപ്പെട്ടും നമ്പർ ഓഫ് എയർക്രാഫ്റ്റ്സുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും. കോവിഡിന് ശേഷം പല കാര്യമായ റെവല്യൂഷനൈസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് നാം കണ്ടുവരുന്നത്. ഏതായിരുന്നാലും കഴിഞ്ഞ 10 വർഷത്തിൽ വന്ന വലിയൊരു മാറ്റം എന്നുള്ളത് 70+ എയർപോർട്ടായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. അതിപ്പോൾ കൂടി 149, അതായത് 150ക്കും മുകളിൽ പോകുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കണക്കിൻ്റെ ഡബിളായി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. സോ നമ്പർ ഓഫ് എയർപോർട്ട്സ് ഇറ്റ്സെൽഫ് ഈസ് ഡബിളിങ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും രാജ്യത്ത് മൊത്തമായിട്ട് തന്നെ കൂടി വരുന്നുണ്ട്. പിന്നെ ചില എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് എയർ ഇന്ത്യ, അതോടൊപ്പം ഇൻഡിഗോ. ഇവർ ഓർഡർ ചെയ്ത നമ്പർ ഓഫ് എയർക്രാഫ്റ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ മാറ്റത്തിൻ്റെ ചെറിയൊരു മണമൊക്കെ നേടാൻ പറ്റും. സോ എയർ ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത് 417 പുതിയ എയർക്രാഫ്റ്റ്സ് ആണ്. അതോടൊപ്പം ഇൻഡിഗോ ആകട്ടെ 500-ൽ കൂടുതൽ എയറോപ്ലെയിൻസും ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും വലിയ പൊട്ടൻഷ്യലാണ് നാം ഏവിയേഷൻ മേഖലയിൽ കാണാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഓപ്പർച്യൂണിറ്റി കണ്ടത് കൊണ്ട് തന്നെയാണ് എയർപോർട്ട് ഏവിയേഷൻ കരിയർ കമ്പനികളുമൊക്കെ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള വലിയൊരു മാറ്റത്തിന് മുതിരാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് കണക്ക് കൂടിയുണ്ട്. അതായത് നമ്പർ ഓഫ് ട്രിപ്സ് പെർ ഇയർ പെർ പീപ്പിൾ, അതായത് രാജ്യത്തുള്ള പെർ പേഴ്സൺ ഒരു വർഷത്തിൽ എത്ര ട്രിപ്പ് അടിക്കും, അതായത് എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് എത്ര ട്രിപ്പ് അടിക്കും എന്നൊരു കണക്കാണ് പൊതുവെ ഏവിയേഷൻ മേഖലയിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സോ അത് ഇന്ത്യയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 0.1 ട്രിപ്പ് പെർ ഇയർ പെർ പീപ്പിളാണ്. സോ കണക്കിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യാൻ 2 രാജ്യങ്ങളെ കൂടി കൊണ്ടുവരാം. ഒന്ന് അമേരിക്കയാണ്. അമേരിക്കയുടെ സ്ഥിതി എന്നുള്ളത് 2.1 ട്രിപ്പ് പെർ ഇയർ പെർ പീപ്പിളും ചൈനയുടേത് 0.5 ട്രിപ്പ് പെർ ഇയർ പെർ പീപ്പിൾ എന്നുള്ളതുമാണ്. അതായത് ഇന്ത്യയേക്കാൾ വളരെ കൂടുതലാണ് US-ൻ്റെ സ്ഥിതി. ചൈനയുടേതും ഇന്ത്യയേക്കാളും 5 മടങ്ങ് കൂടുതലാണ്. സോ ഇന്ത്യ ഏവിയേഷൻ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അത്രയും സ്കോപ്പുണ്ട് ഇന്ത്യയുടെ ഏവിയേഷൻ മേഖലയ്ക്ക് വളരാൻ വേണ്ടി. സോ ഇതൊക്കെ എയർപോർട്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും എയർപോർട്ടുമായി ബന്ധപ്പെട്ടും ഏവിയേഷൻ മേഖലയിലും ജോലി നേടാൻ ആഗ്രഹിക്കുന്ന, കരിയർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കൊക്കെയുള്ള വലിയൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ കോർ ടോപ്പിക്കിലേക്ക് പോകാം. അതായത് എയർപോർട്ട് മാനേജ്മെൻറ്റ് ജോബ് എങ്ങനെയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉള്ളത് എന്നുള്ളത്. സോ എങ്ങനെയാണ് ഈ ഒരു വളർച്ച നാം കാണുന്നത്? ഒബ്വിയസ്ലി ഇൻക്രീസ്ഡ് എയർ ട്രാവലാണ് കാണാൻ പോകുന്നത്. കോവിഡിന് ശേഷമുള്ള വലിയ മാറ്റവും മാറി വരുന്ന സാഹചര്യവും വളർന്നു വരുന്ന ടൂറിസം മേഖലയും അതോടൊപ്പം മൊത്തമായിട്ട് കാണുന്ന ഒരു വളർച്ച, അതിൽ എയർ ട്രാവലിങ്ങിലുള്ള റോളുമൊക്കെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എക്സിസ്റ്റിംഗ് എയർപോർട്ട്സിനെ നവീകരിക്കുന്നു, അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു, പുതിയ പുതിയ എയർപോർട്ടുകൾ വരുന്നു എന്നൊക്കെയുള്ളതും തീർച്ചയായിട്ടും എയർപോർട്ട് മാനേജ്മെൻറ്റ് മേഖലയിൽ വരുന്ന മാറ്റത്തിനെ കാണിക്കുന്നു. പിന്നീടുള്ളത് എഫിഷ്യൻസിയും അതോടൊപ്പം മോഡേണൈസേഷനും. ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സ്വകാര്യ കമ്പനികളും അതോടൊപ്പം ഗവൺമെൻറ്റും അതിൻ്റെ മന്ത്രാലയവും കൊണ്ടുവരുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത് തീർച്ചയായിട്ടും ഏവിയേഷൻ മേഖലയിൽ വളരെ നല്ല സാധ്യതയാണ് നാം മുന്നോട്ട് കാണാൻ പോകുന്നത്. ഇനി നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം വിത്ത് റെസ്പെക്ട് ടു ഏവിയേഷൻ ഡിസിപ്ലിൻ. സോ ഇവിടെ ഡൈവേഴ്സ് റോൾസ് ആണ് എയർപോർട്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും എയർപോർട്ടിൻ്റെ അകത്തുള്ള പല രീതിയിലുള്ള ജോബ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ജോബാണ് എയർപോർട്ട് മേഖലയിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനും ഒരു എഡ്യൂക്കേഷൻ മേഖല തിരഞ്ഞെടുക്കാനും തുടർന്ന് കരിയർ മേഖല സെലക്ട് ചെയ്യാനുമൊക്കെ സഹായിക്കും. സോ ഓപ്പറേഷൻസ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, സെക്യൂരിറ്റി, കാർഗോ,
കൊമേഴ്ഷ്യൽ ടീം, ഫൈനാൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, IT, അതോടൊപ്പം കസ്റ്റമർ സർവീസ്, അങ്ങനെ ഏകദേശം 8ഓളം വലിയ വേർട്ടിക്കൽസാണ് നമുക്ക് കരിയർ മേഖലയിൽ കാണാൻ പറ്റുന്നത്. സോ ഈ മേഖലയിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ മേഖല സെലക്ട് ചെയ്ത് കരിയർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ്സ് ആണ്. സോ ഫ്രഷേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ജൂനിയർ ലെവലിലുള്ള ട്രെയിനി ആയിട്ട് ഇൻറ്റേൺഷിപ്പായി ചെയ്യാനുള്ള സാഹചര്യം എയർപോർട്ട് മേഖലയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതല്ല, നിങ്ങൾ ഓൾറെഡി സീസൺഡ് പ്രൊഫഷണലാണ്, അതോടൊപ്പം മിഡിൽ മാനേജ്മെൻറ്റ്, അതായത് ഓൾറെഡി 5, 6, 7, 8 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ഒരു സ്പേസ് ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് പൊസിഷൻസിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് പുതിയ പുതിയ എയർപോർട്ടുകൾ വരുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. എത്രത്തോളം ഫ്രഷേഴ്സിന് ആവശ്യമുണ്ടോ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് സ്റ്റാഫിനെയാണ് അവർക്ക് ആവശ്യം. കാരണം അവരാണ് ഫ്രഷേഴ്സിനെ ട്രെയിൻ ചെയ്ത് ആ ഒരു സിസ്റ്റത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നീടുള്ള ഒരു കാര്യം, ജോബ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീറ്റീവ് റെമ്യൂണറേഷനും അതോടൊപ്പം കരിയർ ഗ്രോത്തിനുമുള്ള സ്കോപ്പാണ് ഈ മേഖലയിൽ. സോ ഇതും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ, സാലറി, അതുപോലെയുള്ള പാക്കേജുകളും പല കമ്പനികളും പല എയർപോർട്ടുകളും നൽകുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നീട് നമുക്ക് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കാണ് ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിൽ ജോബ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട്. സോ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ട്. നമ്പർ ഓഫ് എയർപോർട്ട്സ് അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിലുള്ള ഓരോ സിസ്റ്റം എന്നുള്ളത് പുതിയ പുതിയ കമ്പനികൾ പെട്ടെന്ന് വരുന്ന പോലെ എയർപോർട്ടുകൾ അങ്ങനെ വരില്ല. ദോ ഇറ്റ് ഈസ് ഡബ്ലിംഗ്, പക്ഷേ ഓൾവേസ് ദർ ഈസ് എ ലിമിറ്റേഷൻ. സോ ഒരു ലിമിറ്റഡ് സ്കോപ്പാണുള്ളത്. ആ സ്കോപ്പിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫീൽഡ് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു റെസ്ട്രിക്ഷനുള്ളിൽ ലിമിറ്റഡ് സ്പേസിലായിരിക്കും നമ്മുടെ ജോബ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വിൽ ബി വെരി വെരി ഹൈ. അടുത്ത വെല്ലുവിളി എന്നുള്ളത് തീർച്ചയായിട്ടും വർക്കിംഗ് അവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഓഫീസിൽ ജോബ് എടുക്കുകയാണെങ്കിൽ 8 to 5 അല്ലെങ്കിൽ 9 to 6 അല്ലെങ്കിൽ 8 to 4 എന്ന ഒരു പർട്ടിക്കുലർ ജോബ് ടൈം സ്ലോട്ട് ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും ഏവിയേഷൻ മേഖലയിലില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇവിടെ ഷിഫ്റ്റ്സ് ഉണ്ടാകും, 1, 2, 3 ഷിഫ്റ്റുകളായിരിക്കും. അതിൻ്റെ ടൈം എന്നുള്ളത് ഡേ ടൈം മാത്രമാകണമെന്ന് നിർബന്ധമില്ല, നൈറ്റ് ടൈം ആകാം, ഏർലി മോർണിംഗ് ആവാം. സോ അങ്ങനെയുള്ള വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കാര്യങ്ങളും തിട്ടപ്പെടുത്തി ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ താല്പര്യവും ആഗ്രഹവും റെഡിയും ആണെങ്കിൽ മാത്രമേ ഈ ഒരു മേഖല സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതും ഒരു വലിയ വെല്ലുവിളിയാണ് വിത്ത് റെസ്പെക്ട് ടു ജോബ്സ് റിലേറ്റഡ് ടു ഏവിയേഷൻ ഫീൽഡ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ജോബ് എങ്ങനെ നേടും, ജോബ് സീക്കേഴ്സിനുള്ള ചില ടിപ്സുകളാണ്. സോ നെറ്റ്വർക്കിംഗ് ഒബ്വിയസ്ലി വലിയൊരു ഭാഗമാണ് ജോലി ലഭിക്കാൻ. സോ ഏത് മേഖലയിലാണോ ജോബ് നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷണൽ സർക്കിൾസിൻ്റെ ഭാഗമാകാൻ പറ്റുക, എങ്ങനെ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആകാൻ പറ്റുക, നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുക, ഇൻഫ്ലുവൻഷ്യലായ ഫിഗേഴ്സുമായി നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനും നല്ല ജോബിലേക്ക് എത്താനും ആ ജോബിൽ കരിയർ ഗ്രോത്ത് നേടാനും എങ്ങനെ സഹായിക്കും എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമത്തത് സ്റ്റേയിങ് അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും അതിൽ വളർച്ച വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. വിത്ത് റെസ്പെക്ട് ടു പീപ്പിൾ, വിത്ത് റെസ്പെക്ട് ടു പ്രോസസ്, വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്റ്റ് ഓർ സർവീസ്. സോ ഈ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റഡ് ആയി നിൽക്കുക എന്നുള്ളതും ഏവിയേഷൻ മേഖലയിലും ജോബ് നല്ല രീതിയിൽ നേടാൻ സഹായിക്കുന്നു. പിന്നീടുള്ളത് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ആണ്. ജനറൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ കോഴ്സ് എന്നുള്ളത്. സോ അതുമാത്രമല്ല, സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഏതെങ്കിലും മേഖല സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം 8 മേഖല നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഏത് മേഖലയാണെങ്കിലും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഏതൊക്കെ എങ്ങനെ നേടാം എന്ന് മനസ്സിലാക്കേണ്ടതും നല്ല കാര്യം തന്നെയാണ്. പിന്നീടുള്ളത് സ്ട്രോങ് റെസ്യൂമെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്നുള്ളത് നിർബന്ധമാണ്. എങ്ങനെ നല്ല ഒരു പ്രൊഫൈൽ എഴുതാം, എങ്ങനെ നിങ്ങൾ തന്നെ എഴുതണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ദ എഡ്യൂക്കേറ്റർ എപ്പിസോഡിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എപ്പിസോഡിൻ്റെ കാർഡോ അല്ലെങ്കിൽ ലിങ്കോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാണുക, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ എഴുതുക, അത് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു മീഡിയമാണ് നിങ്ങളുടെ റെസ്യൂമെ എന്നുള്ളത്. ആ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് എഴുതിക്കൂടാ, എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന കാര്യവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് ലഭിക്കാൻ ഏതൊക്കെ ഫാക്ടറാണോ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിൽ ആദ്യത്തെ 1-2 പോയിന്റിൽ വരുമെന്ന് മനസ്സിലാക്കുക. ഇനിയുള്ളത് എങ്ങനെ ജോബ് സെർച്ച് ചെയ്യണം എന്ന കാര്യമാണ്.
സോ തീർച്ചയായിട്ടും ജോബ് പോർട്ടൽസ് ഉണ്ട്, നോക്രി ഉണ്ട്, ടൈംസ് ഉണ്ട്, മോൺസ്റ്റർ ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, അങ്ങനെ പല പ്ലാറ്റ്ഫോംസും ഉണ്ട്. അത് ഉപയോഗിക്കുക വളരെ എഫക്റ്റീവായി. അതിനുശേഷമുള്ള വേറൊരു പ്ലാറ്റ്ഫോമാണ് എയർപോർട്ട് അതോറിറ്റി വെബ് പോർട്ടൽസ്. അവിടെയും നിങ്ങൾക്ക് ഏവിയേഷൻ മേഖലയിൽ ഏത് തലത്തിലുള്ള ജോബാണെങ്കിലും സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യാം. പിന്നീടുള്ളത് ഏവിയേഷൻ ഇൻഡസ്ട്രി വെബ് പോർട്ടൽസ് ആണ്. അവിടെയും നിങ്ങൾക്ക് ജോബുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരഞ്ഞ് മനസ്സിലാക്കി ഫോക്കസ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എപ്പിസോഡിൻ്റെ അവസാനത്തെ ഭാഗത്ത് വരുമ്പോൾ മനസ്സിലാക്കാനുള്ളത് എഡ്യൂക്കേഷൻ കോഴ്സസ് ഏതൊക്കെയാണ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ ജോബ് ഇൻ എയർപോർട്ട് അല്ലെങ്കിൽ എയർപോർട്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ജോബാണ് മനസ്സിലാക്കി കഴിഞ്ഞു, അതിൻ്റെ എഡ്യൂക്കേഷൻ കോഴ്സസ് എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഇതിനെ നമുക്ക് ബ്രോഡായി 4 മേഖലയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അണ്ടർ ഗ്രാജുവേഷൻ ബാച്ചിലേഴ്സ് പ്രോഗ്രാമാണ്. 3 മുതൽ 4 വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. ഇതിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA ഇൻ എയർപോർട്ട് മാനേജ്മെൻറ്റ് ഉണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കൊമേഴ്ഷ്യൽ രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതിനുശേഷം സയൻസ് തലത്തിൽ BSc കോഴ്സായും നിങ്ങൾക്ക് BSc ഇൻ ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് മാനേജ്മെൻറ്റും പഠിക്കാം. അത് കഴിഞ്ഞ് ആർട്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് രീതിയിൽ BA ഇൻ ഏവിയേഷൻ മാനേജ്മെൻറ്റുമുണ്ട്. ഇതിൽ ഏത് കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഡീറ്റെയിൽഡ് എപ്പിസോഡ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാറി പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് പോകാം. 3 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി കോഴ്സാണെങ്കിൽ ഒബ്വിയസ്ലി PG കോഴ്സ് വിൽ ബി 2 ഇയേഴ്സ്, 2 വർഷം. 4 വർഷമാണ് നിങ്ങൾക്ക് UG എങ്കിൽ PG 1 വർഷമായിരിക്കും. സോ പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ഇൻ എയർപോർട്ട് മാനേജ്മെൻറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും എയർപോർട്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു MBA കരിക്കുലമാണ്, സിലബസാണ് നിങ്ങൾ അവിടെ കാണാൻ പോകുന്നത്. പിന്നീടുള്ളത് MSc ഇൻ ഏവിയേഷൻ മാനേജ്മെൻ്റ് ആണ്. സയൻസ് തലത്തിൽ PG കോഴ്സായിട്ട് നമുക്ക് ഇതിനെ എണ്ണാൻ പറ്റും. പിന്നീട് നമുക്ക് ഡിപ്ലോമ തലത്തിൽ എയർപോർട്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജോബ് നേടാൻ കോഴ്സ് ചെയ്യാൻ പറ്റും. അതിൽ 1 വർഷം മുതൽ 2 വർഷം വരെ ആണ് പൊതുവേ ഡിപ്ലോമ കോഴ്സുകളുടെ ദൈർഘ്യം എന്നുള്ളത്. ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ട്രാഫിക് കൺട്രോൾ എന്ന 2 കോഴ്സുകളാണ് പൊതുവേ നല്ല രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുള്ളത്. സോ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർസ്യൂ ചെയ്യാം. പിന്നീടുള്ളത് സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ്. സർട്ടിഫൈഡ് ഏവിയേഷൻ മാനേജർ കോഴ്സാണ് ഇതിൽ നമുക്ക് ആദ്യമായി ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു പ്രൊഫഷണൽ ബോഡി മുന്നോട്ട് വെക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. തീർച്ചയായിട്ടും അതിന് നല്ല വാല്യൂ ഉണ്ട്. ഇനി രണ്ടാമത് സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്നുള്ളത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻറ്റ് GHA ഏജൻ്റായിട്ട് നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ്. സോ ഇതാണ് പൊതുവെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വിത്ത് റെസ്പെക്ട് ടു യുവർ എയർപോർട്ട് മാനേജ്മെൻറ്റ് ജോബ്സ് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ, കരിയർ, ജോബ് പ്രോസ്പെക്ട്സ്, ഓപ്പർച്യൂണിറ്റീസ്, അതോടൊപ്പം ഏവിയേഷൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏവിയേഷൻ മേഖലയിൽ ഏതൊക്കെ ജോബാണ് ഉള്ളത് എന്നും അതിൻ്റെ സ്കോപ്പ് എങ്ങനെയെന്നുള്ളതും ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതും എഡ്യൂക്കേഷൻ ഏതൊക്കെ തലത്തിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും, അങ്ങനെ പല പല കാര്യങ്ങൾ. തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എപ്പിസോഡുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.